കെ സുധാകരൻ്റെ സന്തത സഹചാരിയായിരുന്ന പി രാമകൃഷ്ണൻ കണ്ണൂർ DCC പ്രസിഡന്റായിരുന്നു. അദ്ദേഹം തന്നെ പിൽക്കാലത്ത് ഒരു വെളിപ്പെടുത്തൽ നടത്തി. കോൺഗ്രസിന് ഈ കാര്യത്തിൽ കൂത്തുപറമ്പ് വെടിവയ്പ്പിൽ കൃത്യമായ ഗൂഢാലോചന ഉണ്ടായിരുന്നുവെന്ന്. അത് ശരിവെക്കേണ്ടതല്ലേ? അത് ഇന്ന് ലോകം മുഴുവൻ തിരിച്ചറിയുന്നൊരു സത്യമാണ്. അന്നേ ഞങ്ങളിത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പിന്നീട് ഇവിടെ താങ്കൾ പറഞ്ഞതുപോലെ പി രാമകൃഷ്ണൻ DCC പ്രസിഡന്റായിരുന്ന പി രാമകൃഷ്ണൻ ഇത് പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിനേക്കാളേറെ കെ സുധാകരൻ്റെ സന്തത സഹചാരിയായിരുന്ന ദീർഘകാലം പല കുറ്റകൃത്യങ്ങളിലും പങ്കാളിയായി കൂടി ആരോപിക്കപ്പെടുന്ന പ്രകാശ് ബാബു, അദ്ദേഹത്തിൻ്റെ ഡ്രൈവറായി അദ്ദേഹത്തിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്ന ആളാണ് പ്രകാശ് ബാബു പിന്നീട് ഇത് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ണൂർ ഗസ്റ്റ് ഹൗസിൽ വെച്ച് കെ സുധാകരൻ മുൻകൈയെടുത്ത് നടത്തിയ ഒരു ഗൂഢാലോചന, ആ ഗൂഢാലോചനയുടെ തീരുമാനപ്രകാരം നടത്തിയ മനുഷ്യക്കുരുതി, ആ മനുഷ്യക്കുരുതിയാണ് കൂത്തുപറമ്പിൽ നടന്നത്. കേരള ചരിത്രം മാപ്പ് കൊടുക്കാത്ത, ജനാധിപത്യപരമായി സമാധാനപരമായി പ്രതിഷേധിച്ച, ഭരണഘടന ഉറപ്പു നൽകുന്ന ഒരു അവകാശമാണ് സമാധാനപരമായി പ്രതിഷേധിക്കാനുള്ള അവകാശം. പ്രതിഷേധിച്ച ചെറുപ്പക്കാരുടെ നേരെ വെടിവെച്ചത് എല്ലാ കാലവും കേരളത്തിൽ നീതീകരിക്കാനാവാത്ത പോലീസിൻ്റെ നരഹത്യയായി, ഭരണകൂടത്തിൻ്റെ നരഹത്യയായി തന്നെ ഇന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. അത് ഇന്ന് മാത്രമല്ല, ഈ സംഭവത്തിന് ശേഷം 2 അന്വേഷണ കമ്മീഷനുകൾ അവിടെ അന്വേഷണം നടത്തുന്നുണ്ട്. ഒന്ന്, യുവജന പ്രതിഷേധത്തെ തുടർന്ന് അന്നത്തെ ഗവൺമെൻറ്, കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഗവൺമെൻറ് പ്രഖ്യാപിക്കുകയും പിന്നീട് അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞ് പിന്നീട് അധികാരത്തിൽ വന്ന ആൻ്റണി ഗവൺമെൻറ് നിയോഗിക്കുകയും ചെയ്ത ജസ്റ്റിസ് പത്മനാഭൻ നായർ കമ്മീഷൻ, ജുഡീഷ്യൽ എൻക്വയറി കമ്മീഷനാണ്. അതുപോലെ IPHRCയുടെ ഇന്ത്യൻ പീപ്പിൾസ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ നേതൃത്വത്തിൽ മറ്റൊരു അന്വേഷണ കമ്മീഷനും ഈ വെടിവയ്പ്പ് സംബന്ധിച്ച് അന്വേഷണം നടത്തി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബോംബെ ഹൈക്കോടതിയിൽ നിന്ന് റിട്ടയറായ ജസ്റ്റിസ് ഹരിസ്വരൂപ്, അതുപോലെ H. സുരേഷ്, ഈ 2 പേരായിരുന്നു ആ കമ്മീഷനിലെ അംഗങ്ങൾ. 2 അന്വേഷണ കമ്മീഷനും കണ്ടെത്തിയത് ഒരേ കാര്യമാണ്: കൂത്തുപറമ്പയിലെ പോലീസ് വെടിവയ്പ്പ് നീതീകരിക്കത്തക്കതല്ല. വെടിവയ്പ്പിനിടയായ യാതൊരു സാഹചര്യവും പ്രകോപനവും അവിടെ ഉണ്ടായിരുന്നില്ല, അത് ഒഴിവാക്കാൻ കഴിയുന്നതായിരുന്നു എന്ന് 2 അന്വേഷണ കമ്മീഷനുകൾ നടത്തിയ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടും ഇപ്പോൾ നമ്മുടെ മുന്നിലുണ്ട്. യുവജന സമരത്തെ ചോരയിൽ മുക്കിക്കൊല്ലാനുള്ള കോൺഗ്രസിൻ്റെ UDFൻ്റെ കൃത്യമായ നീക്കമായിരുന്നുവെന്ന് പിൽക്കാലത്ത് വെളിപ്പെട്ടു. DYFIയുടെ പിൽക്കാലത്തെ പ്രവർത്തനങ്ങൾക്ക് കൂത്തുപറമ്പ് രക്തസാക്ഷികൾ എത്രത്തോളം കരുത്തേകി, ഊർജ്ജമേകി? തീർച്ചയായിട്ടും DYFIയിലേക്കൊരു ചെറുപ്പക്കാരൻ പ്രവർത്തിക്കാനായിട്ട് കടന്നു വരുന്നത് തന്നെ സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയുള്ള സമരത്തിൽ സമർപ്പിത മനസ്സോടെയാണ്. നല്ല ധീരതയും സാഹസികതയും ഒക്കെയുള്ള ഒരു ജീവിതഘട്ടമാണ് യുവത്വം എന്ന് പറയുന്നത്. അപ്പം നിസ്വാർത്ഥമായ മനസ്സോടെ സാമൂഹ്യ സേവനത്തിന് വേണ്ടി സമർപ്പിത മനസ്സോടെ കടന്നു വരുന്നവരാണ്. അങ്ങനെയുള്ള ചെറുപ്പക്കാരിൽ ചിലരാണ് ഇങ്ങനെ കൊല്ലപ്പെട്ടത്. കൂത്തുപറമ്പ് രക്തസാക്ഷിത്വം യഥാർത്ഥത്തിൽ DYFIയെ സമരമുഖങ്ങളിൽ തളർത്തുകയല്ല ചെയ്തത്. 10 മടങ്ങ് ആവേശത്തോടെ നാളെ ഞങ്ങളും കൊല്ലപ്പെട്ടേക്കാം എന്ന് തിരിച്ചറിയുമ്പോഴും കൂടുതൽ ആവേശത്തോടെ, വർദ്ധിത വീര്യത്തോടെ സമരമുഖങ്ങളിലേക്ക് അണമുറിയാത്ത നദീജല പ്രവാഹം എന്ന പോലെ യുവജനങ്ങൾ ഒഴുകിയെത്തി. അതായിരുന്നു അനുഭവം. ഏതാണ്ട് 1.5 കൊല്ലം കൂത്തുപറമ്പ് വെടിവയ്പ്പിന് ശേഷം UDF ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിലിരുന്നു. ആ 1.5 കൊല്ലവും തീക്ഷ്ണമായ സമരം DYFI ഏറ്റെടുത്തു, വിവിധ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട്. ആ സമരങ്ങളിലെല്ലാം കേരളത്തിൻ്റെ യൗവനം ഒഴുകിയെത്തുകയാണ് ചെയ്തത്. അതോടൊപ്പം കൂത്തുപറമ്പ് വെടിവയ്പ്പുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ള ഓരോ വാർത്തകളും ഓരോ ചെറുപ്പക്കാരനെയും ആവേശം കൊള്ളിക്കുന്നതും സമരമുഖത്തേക്ക് ആനയിക്കുന്നതുമായിരുന്നു. ഇപ്പോൾ പുഷ്പൻ വെടിവയ്പ്പിൽ സാരമായി പരിക്കേറ്റ് അദ്ദേഹം ശയ്യാവലംബിയായി. പിന്നീട് അദ്ദേഹത്തിന് എഴുന്നേറ്റ് നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല, ഒരടി നടക്കാൻ കഴിഞ്ഞിട്ടില്ല. 3 പതിറ്റാണ്ടായി ഒരേ കിടപ്പിലാണ്. പക്ഷേ ആ പുഷ്പൻ ഈ 3 പതിറ്റാണ്ട് ഒരേ കിടപ്പിൽ തുടരുമ്പോഴും അദ്ദേഹം ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യത്തെക്കുറിച്ചും അണിനിരുന്ന സംഘടനയെക്കുറിച്ച്, DYFIയെക്കുറിച്ച് അഭിമാനത്തോടെയാണ് പുഷ്പൻ്റെ ഓരോ വാക്കും. അഗ്നിസാന്നിധ്യമുള്ള പുഷ്പൻ്റെ വാക്കുകൾ കേരളത്തിലെ യുവജനങ്ങളുടെ ഹൃദയത്തിൽ എല്ലാ കാലത്തും സമരവീര്യം നിറയ്ക്കുന്നുണ്ട്. പോലീസ് വെടിവയ്പ്പിൽ കൊല്ലപ്പെട്ട റോഷൻ്റെ അച്ഛൻ ഇപ്പോൾ നമ്മോടൊപ്പമില്ല, വാസുവേട്ടൻ ഈ സംഭവം ഉണ്ടായ ഉടനെ കേരളത്തിലെ ഒരു പ്രമുഖ പത്രത്തിൻ്റെ ലേഖകൻ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, മകൻ മരിച്ചതിൽ ദുഃഖമില്ലേ എന്നാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അതിന് പറഞ്ഞ മറുപടി, എനിക്ക് അഭിമാനമുണ്ട് എന്നാണ്.
സമരമുഖത്ത് അവൻ മുൻപോട്ട് പോകുമ്പോഴാണ്, ന്യായമായ ഒരു സമരത്തിൻ്റെ മുഖത്ത് മുന്നോട്ട് പോകുമ്പോഴാണ് അവന് വെടിയേറ്റത്. അതിലെനിക്ക് അഭിമാനമുണ്ട് എന്ന് പറഞ്ഞ വാസുവേട്ടൻ. അങ്ങനെ രക്തസാക്ഷികളുമായി, രക്തസാക്ഷികളുടെ കുടുംബാംഗങ്ങളുമായി എല്ലാം അവരുടെ പ്രതികരണങ്ങൾ, അനുഭവങ്ങളെല്ലാം കേരളത്തിലെ യുവജനങ്ങളെ സമരതീക്ഷ്ണമായ ഒരു സന്ദർഭത്തിലേക്ക് നയിക്കുന്ന വാക്കുകളും അനുഭവങ്ങളുമായിരുന്നു.